ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദി പടത്തിൻ്റെ ടീസറാണ് ഗൈസ്. ഈ പടം ഒരിക്കലും തീരത്തില്ല ഗൈസ്. ടൈഗർ ഷ്രോഫ് എത്ര നാൾ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസർ ആദ്യ ഗ്രാൻഡ് ആ പ്രൊഡ്യൂസർ അങ്ങേര് എത്ര നാൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാൾ ഈ പടം ഇറക്കിക്കൊണ്ടിരിക്കും. പടമൊക്കെ പൊട്ടിയാലും ഒരു കുഴപ്പമില്ല. ആ ബാഗി 3 ഒക്കെ നിങ്ങൾ കാണുന്ന ഗൈസ്. ഇത്രയൊക്കെ ഒരു അപരാധം പിടിച്ച പടമൊക്കെ ഇല്ല. ഇത്ര ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നത്. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാമോ? പുള്ളി ആകെ നമ്മുടെ ടൈഗർ ഷ്രോഫ് ആകെ അഭിനയിച്ചിട്ടുള്ള ഗൈസ് ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് പറയുന്നത് ബാഗി നല്ലൊരു പടമാണ്. പിന്നെ നമ്മുടെ ബാഗി 2 കുഴപ്പമില്ല. അതെനിക്ക് ഒരു റാംബോ സ്റ്റേജ് പടമായിട്ടാണ് തോന്നിയത്. 3 ഒക്കെ കാട്ടപരാധം എന്ന് വെച്ചാൽ കാട്ടപരാധം. അത് കഴിഞ്ഞിട്ട് പിന്നെ കില്ലുള്ളത് വാറാണ് ഗൈസ്. അതിൻ്റെ സെക്കൻഡ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ അവസ്ഥ ഉണ്ടല്ലേ. വാർ നല്ലൊരു പടം. അത് കാരണം ഡയറക്റ്റ് ചെയ്ത് സിദ്ധാർത്ഥാനന്ദാണ്. ഈ സിദ്ധാർത്ഥാനന്ദിൻ്റെ പടമൊക്കെ കിടിലായി. കാരണം പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങൾ എനിക്ക് തോന്നുന്നു ഫൈറ്റർ മാത്രമേ ഉള്ളൂ വലിയ വിജയമാകാത്ത. കാരണം അത് വലിയ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നൈസാണ്. എനിക്ക് തോന്നുന്നൊരു നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ച് അങ്ങനത്തെ ഒരു പടം ചെയ്യുന്ന വെച്ച സംഭവമാണ് പുള്ളി ചെയ്തത്. ഹൃത്തിക് റോഷൻ അത് കിടിലായിരുന്നു. അതിൻ്റെ ആക്ഷൻസ് കൂടുതൽ അങ്ങ് ദേശസ്നേഹമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പടമൊക്കെ എടുക്കുന്നത് ഭയങ്കര ദേശസ്നേഹമാണ്. മനസ്സിലായി? അതാണ് ഏറ്റവും പറ്റിയ കുഴപ്പം ഫൈറ്റർ. ഞാൻ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലെയിനിൽ ചേരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൈറ്റർ സിനിമ ഇറക്കാത്തതെന്നൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചാണ് പുള്ളി പറയുന്നത്. അപ്പം നമുക്ക് നേരെ അടുത്ത ഒരു കേസ് ബാഗി 4ലേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ആരെയാണോ തട്ടിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് പടത്തി നായികയെ തട്ടിക്കൊണ്ട് പോകും. സെക്കൻഡ് പടത്തി നായികയുടെ മോളെ തട്ടിക്കൊണ്ടുപോകും. തേർഡ് പടത്തി അനിയനെ തട്ടിക്കൊണ്ടുപോകും. ഫോർത്ത് പടത്തിൽ ഇനി ആരെ തട്ടിക്കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല ഗൈസ്. വീണ്ടും റീസെറ്റ് ആയിരിക്കും ചിലപ്പോൾ. കാമുകി തന്നെ തട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കും. എന്തോ അതിൻ്റെ കേസ്. ഇത് സഞ്ജയ് ദത്താണോ? അതെ, സഞ്ജയ് ദത്തുണ്ട്. സോനം ബജ്വയുണ്ട്. ഈ ആദിത്യ ഗ്രാൻഡ്സൻ്റെ ഒരു കടഞ്ഞ ഇവരെ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം കണ്ടേ ഹൗസ് 5. എൻ്റെ പൊന്നോ, ഫുള്ള് പടം പോലെ എടുത്ത് വെച്ചേക്കുന്നത്. ഒറ്റയ്ക്ക് കണ്ടു ഗൈസ്. പേപ്പി ഗൈസ്, നമുക്ക് കണ്ടു നോക്കാം ഈ പടം. ഇതിൻ്റെ ടീസർ ആഹാ, സഞ്ജയത്ത് മുടിയൊക്കെ കൊടുത്തി. സോനം ബജ്വ ഇതാരാ? അതാരാണെന്ന് എനിക്കറിയത്തില്ല. പുതിയ ആയിയാണെന്ന്. ഇതെന്ത് പുള്ളിയുടെ അദ്ദേഹത്തിലായിട്ട്. ഓ, എന്തുവാടാ അതൊക്കെ. बचपन में माँ से कहानी सुनता था, एक हीरो की और एक विलन की. പുള്ളി റോളക്സ് എന്തോ ഇത്. पता नहीं था मेरी कहानी का हीरो भी मैं ഇത് ആനിമലേ और विलन भी. ഇതെന്തോന്നറി. ആ ബ്ലഡൊക്കെ ചുമ്മാ തെറിപ്പിക്കും. ഓക്കെ, ടൈഗർ ഷ്രോഫ്. कुंडी खड़काऊं या सीधा अंदर आऊं. This time it's not the same. He's violent. Oh, bloody violent. Baggy 4. ഹർഷ. എനിക്കറിഞ്ഞ വയസ്സ് പുള്ളിയൊക്കെ ഏതോ തെലുങ്ക് ഡയറക്ടർ കണ്ടാട്ടോ. आशिक ഇതൊക്കെ ആരെ കഥ ചെയ്യുന്നതെന്ന് എനിക്ക് ബുദ്ധിമില്ലാത്ത. एक विलन है. ആ എന്ത് വരുന്നത് ഈ ടീച്ചർ എന്തോ എടുത്ത് വെച്ചിരിക്കുന്നത്. ആനിമലിൻ്റെ 144p കുറേ സീനുണ്ടല്ലേ. അതുപോലെയൊക്കെ എടുത്ത് വെച്ചേക്കുക. അവരുടെ വിചാരം അതൊക്കെ എഴുതി വെച്ച ആനിമൽ എല്ലാവർക്കും ആനിമൽ ഇഷ്ടപ്പെട്ട് വിജയ് 1000 കോടി അയച്ചുകൊണ്ട് ബാഗി 4 1000 കോടി അടിക്കുന്നതാണ് വിചാരം. എനിക്കറിയത്തില്ല ഗൈസ് എന്തോ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഗൈസ്, നിങ്ങളത് കണ്ടായിരുന്നോ? ആനിമൽ നമ്മുടെ രൺബീർ കപൂറും മറ്റേ പുള്ളിയല്ലേ കൊല്ലത്തോളൂ. നമ്മുടെ എന്ത് ബോബി ഡിയോളും അല്ലേ കൊല്ലത്തോളൂ. ഈ പടത്തൊരു വെറൈറ്റി ഉണ്ട്, നിങ്ങൾ കണ്ട. ഇതിൻ്റെ അകത്ത് നമ്മുടെ ടൈഗർ ഷ്രോഫും സഞ്ജയ് ദത്തും മാത്രമല്ല, നായികമാരും കൊല്ലുന്നുണ്ട് കുറേ എണ്ണത്തിൻ്റെ. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഈക്വാളിറ്റി ഏത്
ബ്ലഡൊക്കെ എന്ത് കാണിക്കുന്നത്? ബ്ലഡൊക്കെ ചുബ്ബയില് പറ്റിയ വെള്ളം ഒഴിക്കുന്ന പോലെ തെറിക്കും അങ്ങ്. ഛി, ഛി, ഛി. എന്തോന്ന് ഗൈസ് ഇതൊക്കെ? അയ്യേ, എന്തോന്ന് എടുത്ത് വെച്ചേക്കുന്ന. പുള്ളിയെ കൊണ്ട് പറ്റത്തില്ലേ. പുള്ളിക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ല ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ച. പുള്ളി ഒന്ന് അലറി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുറെ എണ്ണത്തിനെ കുത്തിക്കൊല്ലും. പുള്ളിക്ക് ആക്ഷൻ മാത്രം ചെയ്യാൻ അറിയാം. പുള്ളിക്ക് ഒരു എക്സ്പ്രഷൻ വരുത്തി ഗൈസ്. എന്താണ് ഇത്രയും പഴമായത്? ബാഗി 4 ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഹീറോ പാണ്ടി 2 എന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞൂടെ പുള്ളിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ചപ്പറ പടം ചെയ്യുന്നത്. ആ ഹീറോ പാണ്ടി 2 ഒക്കെ നിങ്ങൾ കാണണം എൻ്റെ പൊന്നേ. ഹീറോ പാണ്ടി ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു റീമേക്കാണ്, ബട്ട് അത് നൈസായിരുന്നു. ബട്ട് ഇതൊക്കെ ഇത് ഒരു ബന്ധമില്ലാത്ത കഥയൊക്കെയാണ് ഗൈസ്. ഒരു കണക്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ കഥയായിട്ട്. ഫസ്റ്റുമായിട്ടൊരു സെക്കൻഡ് കണക്ഷൻ ഇല്ല. അതുപോലെ ഹീറോ പാണ്ടി 1 ഹീറോ പാണ്ടി 2 ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് അജിത്തിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. നിങ്ങൾ ഹീറോ പാണ്ടി 2 അത് കാണണം എൻ്റെ പൊന്നോ. ഞാൻ വിചാരിച്ച് പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജോൺ വിക്ക് സ്റ്റൈൽ എന്തോ പുള്ളിയെ വെച്ചൊരു ജോൺ വിക്ക് സ്റ്റൈൽ പടമൊക്കെ എടുത്ത് ആലോചിച്ച് നോക്കേ. ഒരു ആക്ഷൻ രീതി പുള്ളി ഒരു സീക്രട്ട് ഏജൻറ് അങ്ങനത്തെ അല്ലെങ്കിൽ അതുപോലത്തെ എന്തോ ഉദ്ദേശിച്ചത്. പക്ഷെ ഭയങ്കര കത്തിയാ, ബോംബിട്ട് പൊട്ടിക്കുന്ന പുള്ളി. നീ അറിഞ്ഞൂടെ ഗൈസ് എന്തോ ചെയ്യണ്ടേ? ഇതൊക്കെ ഇങ്ങനെ ഞാൻ എങ്കിലും ഇരുന്ന് കാണും ഗൈസ്. വഴുപ്പ് സാധനമാണെങ്കിൽ ഞാൻ കാണുന്നില്ല. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.